ലിനൻ കോട്ടൺ ഫാബ്രിക്കിൽ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റിൽ വന്നിട്ടുള്ള സാരികളുടെ കളക്ഷനാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. എല്ലാവർക്കും പൂത്തരാൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാനിതിൻ്റെ മുൻപും ലിനൻ കോട്ടണിൽ തന്നെ വന്നിട്ടുള്ള സാരികളുടെ വീഡിയോ ഒക്കെ ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ കുറച്ചധികം വേറെ ഡിസൈനിലുള്ളതും അതുപോലെ ഡിഫറെൻറ്റ് കളേഴ്സിലും ഉള്ളതാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. പ്രൈസ് വന്നിരിക്കുന്നത് 999 തന്നെയാണ്. സെർച്ച് കോഡ് വന്നിരിക്കുന്നത് 9017 ആണ് കേട്ടോ. അപ്പം നമുക്ക് കാണാം. ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ, കുറച്ചധികം കളേഴ്സ് ഉണ്ട്, ഡിഫറെൻറ്റ് പ്രിന്റ്സ് ആണ്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് കാണാം. ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് ഒരു ഡാർക്ക് പർപ്പിൾ ഷെയ്ഡിൽ വന്നിട്ടുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഫാബ്രിക് വന്നിരിക്കുന്നത് ലിനൻ കോട്ടണിലാണ്. നമുക്കിങ്ങനെ സോഫ്റ്റ് ആയിട്ട് കിടക്കാവുന്ന പോലെയുള്ള ഒരു ഫാബ്രിക് തന്നെയാണ്. ഈ സാരിയുടെ രണ്ട് സൈഡിനകത്തായിട്ടും ഒരു സിൽവർ സെറിയാണ് പോകുന്നത്. അതുപോലെ ഇതിന്റെ പല്ലു വന്നിരിക്കുന്നത് ഈ ഒരു പാറ്റേണിലാണ്. പല്ലുവിനകത്തും ആ സിൽവർ സെറി ഇൻക്ലൂഡഡ് ആണ്. ബ്ലൗസ് വന്നിരിക്കുന്നത് പ്ലെയിൻ കളറിൽ തന്നെയാണ്. അതുപോലെ ബ്ലൗസിന്റെ സ്ലീവിന്റെ എൻഡ് പാർട്ടിൽ കൊടുക്കാനായിട്ടും സിൽവർ സെറി ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. ഇതെല്ലാം തന്നെ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റിലുള്ള സാരിയാണ്. പ്രൈസ് വന്നിരിക്കുന്നത് 999. സെർച്ച് കോഡ് വന്നിരിക്കുന്നത് 9017. നെക്സ്റ്റ് വൺ നമ്മൾ കാണുന്നത് ഒരു മെഹന്തി യെല്ലോ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. ഇതിന്റെ പല്ല് വരുന്നത് ആദ്യം കണ്ടതുപോലെ എല്ലാം തന്നെ സെയിം ആണ്. ഇതിനകത്ത് പോയിട്ടുള്ള പ്രിന്റിലും ബോർഡറിലും ഒക്കെയാണ് ചെറിയ വ്യത്യാസങ്ങൾ വന്നിട്ടുള്ളത്. സിൽവർ സെറിയാണ് പോകുന്നത്. ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് തന്നെയാണ്. സ്ലീവിന്റെ എൻഡിലോട്ട് പോകുന്ന പാർട്ടിലാണ് ആ ഒരു ഡിസൈനും സിൽവർ സെറിയും വന്നിട്ടുള്ളത്. ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത് 999 ആണ്. സെർച്ച് കോഡ് 9017 ആണ്. നെക്സ്റ്റ് നമ്മൾ കാണുന്നത് സിമന്റ് ഗ്രേ കളറിൽ വന്നിട്ടുള്ളതാണ്. സെയിം പാറ്റേണിൽ തന്നെ ഡിഫറൻസ് ആയിട്ട് വന്നിട്ടുള്ളത് ആ ഒരു പ്രിന്റിൽ മാത്രമാണ്. പല്ലുപാട്ട് വരുന്നതും നമ്മൾ ഇത്ര നേരം കണ്ടതുപോലെ തന്നെ രണ്ട് സൈഡിലും ഒരു സിൽവർ സെറി പോകുന്നുണ്ട്. ബ്ലൗസ് പീസും പ്ലെയിൻ ആയിട്ട് സ്ലീവിന്റെ എൻഡിലോട്ട് പോകുമ്പോഴാണ് ആ പ്രിന്റ് വരുന്നത്. ഹാൻഡ് ബ്ലോക്ക് പ്രിന്റിൽ കോട്ടൺ ലിനനിൽ വന്നിട്ടുള്ള സാരികളുടെ കളക്ഷൻ ആണ്. 999 ആണ് പ്രൈസ്. നെക്സ്റ്റ് നമ്മൾ കാണുന്നതിന്റെ പ്രിന്റ് കുറച്ച് ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. കളർ വന്നിരിക്കുന്നത് ഒരു പൗഡർ ഗ്രീൻ എന്ന് പറയുന്ന കളറിലേക്കാണ്. പ്രിന്റ് വന്നിരിക്കുന്നത് ഒരു ബാത്തിക് സ്റ്റൈലിലാണ്. പല്ലുപാട്ട് വരുന്നത് ഇങ്ങനെയാണ്. ലിനൻ കോട്ടണിൽ തന്നെ വന്നിട്ടുള്ള സാരികളുടെ കളക്ഷൻ ആണ്. ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് പ്ലെയിൻ ആയിട്ട്, അതിനകത്ത് തന്നെ സിൽവർ സെറി ഇതിന്റെ സ്ലീവിന്റെ ലോവർ പാർട്ടിൽ കൊടുക്കാനായിട്ടുണ്ട്. പ്രൈസ് വന്നിരിക്കുന്നത് 999. ആയിട്ട് കാണുന്നത് ഗ്രേ കളറിൽ തന്നെ വന്നിട്ടുള്ളതാണ്. പ്രിന്റിനാണ് ചേഞ്ച് വന്നിരിക്കുന്നത്. ഇതിന്റെ പ്രിന്റ് പോയിരിക്കുന്നത് ഒരു ബ്ലാക്ക് കളറിലാണ്. അതുപോലെ സൈഡിൽ സിൽവർ സെറിയും വേറൊരു ബോർഡറും കൂടി ഇൻക്ലൂഡഡ് ആണ്. നമുക്ക് ഇതിന്റെ പല്ലു ഒന്ന് നോക്കാം. പല്ലു വന്നിട്ടുള്ളതും സിൽവർ സെറി അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് പ്ലെയിൻ ആയിട്ടല്ല, ഡോട്ടും അതുപോലെ സ്റ്റാറും ഇതിനകത്ത് പ്രിന്റ് ആയിട്ട് പോകുന്നുണ്ട്. സ്ലീവിന്റെ എൻഡിലും സിൽവർ സെറി വരുന്നുണ്ട്. പ്രൈസ് വന്നിരിക്കുന്നത് 999 ആണ്. സെർച്ച് കോഡ് വന്നിരിക്കുന്നത് 9017. ഇതാണ് നമ്മൾ കാണുന്നതും ലിനൻ കോട്ടണിൽ തന്നെ വന്നിട്ടുള്ളതാണ്. ഒരു പിങ്ക് കളറും അതുപോലെ വൈറ്റ് കളറും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കളറിലാണ് വന്നിട്ടുള്ളത്. ഒരു സിബോറി പ്രിന്റിന്റെ ആ സ്റ്റൈലിലാണ് ഇതിനകത്തുള്ള പ്രിന്റ് പോയിട്ടുള്ളത്. പല്ല് വരുന്നതും നമ്മൾ ഇത്ര നേരം കണ്ടതുപോലെ തന്നെ സൈഡിലായിട്ട് സിൽവർ സെറി പോകുന്നുണ്ട്. ബ്ലൗസ് പീസ് വന്നിരിക്കുന്നതും പ്ലെയിൻ ആയിട്ട് തന്നെ സ്ലീവിന്റെ എൻഡിലായിട്ട് ആ ഒരു സിൽവർ സെറി ഇൻക്ലൂഡഡ് ആണ്. പ്രൈസ് വന്നിരിക്കുന്നത് 999. കാണുന്നത് ബ്രിക്ക് റെഡ് കളറിൽ വന്നിട്ടുള്ളതാണ്. സെയിം പാറ്റേൺ തന്നെ. ഇതിനകത്ത് പോയിട്ടുള്ള പ്രിന്റ് കുറച്ച് ചേഞ്ച് ആണ്, ചെറിയ പ്രിന്റുകളാണ്. പല്ല് വരുന്നത് ഈ ഒരു പാറ്റേണിലാണ്. ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് പ്ലെയിൻ ആയിട്ട് തന്നെ. 999 ആണ് പ്രൈസ് വന്നിരിക്കുന്നത്. നമ്മൾ കാണുന്നത് ഒരു മെഹന്തി ഗ്രീൻ എന്നൊക്കെ പറയുന്ന ഒരു കളറിലേക്കാണ് പോയിരിക്കുന്നത്. പ്രിന്റുകളും കുറച്ച് ചേഞ്ച് ആയിട്ടുണ്ട്. ലിനൻ കോട്ടൺ സാരിയാണ്. പല്ല് വരുന്നത് ഈ ഒരു പാറ്റേണിലാണ്. ബ്ലൗസ് പീസിന്റെ സ്ലീവിന്റെ എൻഡിലാണ് ഡിസൈൻ വരുന്നത്. ബാക്കി പാട്ടൊക്കെ പ്ലെയിൻ ആണ്. പ്രൈസ് വന്നിരിക്കുന്നത് 999. കാണുന്നത് പിങ്ക് കളറിൽ വന്നിട്ടുള്ളതാണ്. ഇതിനകത്ത് പോയിട്ടുള്ള പ്രിന്റ് കുറച്ച് വലുതാണ്. ഇതിന്റെ പല്ല് വരുന്നത് ഇങ്ങനെയാണ്. പ്രൈസ് വന്നിരിക്കുന്നത് 999. കാണുന്നത് വയലറ്റ് കളറിൽ വന്നിട്ടുള്ളതാണ്. ഇതും ഉള്ളിനകത്ത് നമ്മുടെ ബോഡി പാർട്ടിനകത്ത് നിറച്ച് പ്രിന്റ് ആയിട്ടും അതുപോലെ പല്ല് വരുന്നത് നമ്മൾ ഇത്ര നേരം കണ്ടതുപോലെ സിൽവർ സെറിയോട് കൂടിയാണ്. സൈഡിലും ആ സിൽവർ സെറി പോകുന്നുണ്ട്. ബ്ലൗസ് പീസ് വന്നിരിക്കുന്നതും പ്ലെയിൻ ആയിട്ടാണ്. സ്ലീവിന്റെ എൻഡിലേക്ക് പോകുമ്പോൾ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റും സിൽവർ സെറി ഇൻക്ലൂഡഡ് ആണ്. അതുപോലെ തന്നെ ഭംഗിയുള്ള ഒരു ഡാർക്ക് ടോണിലാണ് ലാസ്റ്റ് വൺ വന്നിരിക്കുന്നത്. എല്ലാത്തിന്റെയും പ്രൈസ് വന്നിരുന്നത് 999 ആണ്. നമ്മളിന്ന് കണ്ട പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യുന്നതിന്റെ രീതി ഞാനൊന്ന് പറയട്ടെ. ഇതെല്ലാം തന്നെ നമ്മുടെ വെബ്സൈറ്റിൽ നമ്മൾ അവൈലബിൾ ആക്കിക്കൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ഔട്ട് ആക്കുന്നത്. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുക. വളരെ ഈസി ആയിട്ട് തന്നെ നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്. www.poothrands.com എന്നാണ് നമ്മുടെ വെബ്സൈറ്റിന്റെ ID വന്നിരിക്കുന്നത്. നിങ്ങളത് ആ ഒരു ID അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ആ ഒരു സെർച്ച് കോഡ് ഉണ്ടല്ലോ, ആ സെർച്ച് കോഡ് അതിൽ അടിച്ച് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രൊഡക്റ്റിലേക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ്ലി തന്നെ എത്താൻ കഴിയുന്നതാണ് കേട്ടോ. ഇനി അങ്ങനെയല്ല, നിങ്ങൾക്ക് അങ്ങനെ സാധിക്കുന്നില്ല എന്ന് പറയുന്നവർക്കായിട്ട് ഞാൻ ഇതിന്റെ ഈ പ്രൊഡക്റ്റിന്റെ തന്നെ ലിങ്ക് ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം 3 പ്ലാറ്റ്ഫോമിലെയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇതിന്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്.
ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് ലിങ്ക് വർക്ക് ആവുന്നില്ല, അത് നോർമലി അങ്ങനെ തന്നെയാണ്. പക്ഷെ ഞാൻ അതിൽ സെർച്ച് കോഡ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ സെർച്ച് കോഡ് വഴിയും നിങ്ങൾക്ക് ഇതിനകത്ത് കയറി അതല്ലെങ്കിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി പ്രൊഡക്റ്റിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറോ സൈസോ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് പർച്ചേസ് ചെയ്ത് ചെക്കൗട്ട് ചെയ്ത് പോരാവുന്നതാണ്. ഇനി അതൊന്നും കഴിയുന്നില്ല എന്ന് പറയുന്നവർക്കായിട്ട് നമ്മൾ ഇതെല്ലാം തന്നെ വാട്സാപ്പിലും അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കൊടുത്തിട്ടുള്ള വാട്സാപ്പ് നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. മാക്സിമം തന്നെ നിങ്ങൾ നമ്മുടെ സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുക. കാരണം വീഡിയോ ഔട്ട് ആകുമ്പോൾ തന്നെ ഈസി ആയിട്ട് പർച്ചേസ് ചെയ്താൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ലഭിക്കുന്നതാണ്. വാട്സാപ്പിലേക്ക് ആകുമ്പോൾ കുറച്ചും കൂടി ടൈം റിപ്ലൈ വന്ന് അപ്പോൾ ആ ഒരു ടൈമിനുള്ളിൽ ചില പ്രൊഡക്റ്റുകളൊക്കെ സോൾഡ് ഔട്ട് ആകാറുണ്ട്. മാക്സിമം എല്ലാവരും തന്നെ നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, കസ്റ്റമർ സപ്പോർട്ടിനായിട്ട് മാത്രം വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക. അതിൻ്റെ അർത്ഥം വാട്സാപ്പിൽ കൂടെ സെയിലില്ല എന്നല്ല, നിങ്ങൾക്ക് കഴിയാത്തവർക്കായിട്ടാണ് നമ്മൾ വാട്സാപ്പ് വെച്ചിരിക്കുന്നത്. നമ്മൾ കണ്ട പ്രൊഡക്റ്റുകളെല്ലാം തന്നെ നമ്മൾ കൊറിയർ ചെയ്യുന്നത് ഇന്ത്യ പോസ്റ്റ് വഴിയാണ്. നോർമലി നമ്മുടെ റണ്ണിങ് ഫാബ്രിക്കിൻ്റെ വീഡിയോയിൽ ഞാൻ പറയുന്നത് പോലെ 500 എബോവ് വരുന്ന വീഡിയോ എല്ലാ ഷോപ്പിങ്ങിനും നമ്മൾ ഫ്രീ ഷിപ്പിംഗ് ആണ് കേരളത്തിനകത്ത് ചെയ്യുന്നത്. ബിലോ 500 നമ്മൾ 50 റുപ്പീസ് ചാർജ് ചെയ്യുന്നുണ്ട് കേരളത്തിനകത്ത് തന്നെ. അതുപോലെ തന്നെ ഔട്ട്സൈഡ് കേരളയ്ക്കും 50 റുപ്പീസ് ആണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. ഇന്ത്യ പോസ്റ്റ് വഴിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. നിങ്ങൾക്ക് ഇനി DTDCയോ സ്പീഡ് പോസ്റ്റോ അതല്ല വേറെ ഏതെങ്കിലും കൊറിയർ ആവശ്യമുണ്ടെങ്കിൽ അതൊന്ന് ഇൻഫോം ചെയ്യുക. അതിനുള്ള പേയ്മെന്റ് നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ നമ്മൾ പ്രൊഡക്റ്റുകളെല്ലാം തന്നെ ഓൺലൈനിലും ഷോപ്പിലും അവൈലബിൾ ആക്കിക്കൊണ്ട് തന്നെയാണ് നമ്മൾ വീഡിയോ ഔട്ട് ആക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഷോപ്പിലും അവൈലബിൾ ആണ്. വീഡിയോ ഔട്ടായ സെയിം ഡേ തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതുപോലെ ഷോപ്പ് വന്നിരിക്കുന്നത് അങ്കമാലിയിൽ തന്നെ SBI ബാങ്കിന്റെ തൊട്ടടുത്താണ്. അതായത് KSRTC ബസ് സ്റ്റാൻഡിന്റെ ഒക്കെ അടുത്തായിട്ടൊരു SBI ബാങ്ക് ഉണ്ട്. അതിന്റെ തൊട്ടടുത്താണ് നമ്മുടെ ഷോപ്പ് വന്നിരിക്കുന്നത്. നമ്മുടെ ഷോപ്പിൽ സ്റ്റിച്ചിങ് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. നമുക്കൊരു ഡിസൈനർ ടീമുണ്ട്. അപ്പോൾ അവരുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തും ഇത് ഞങ്ങൾ സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഓൺലൈനിലും ഓഫ്ലൈനിലും നമ്മൾ സ്റ്റിച്ചിങ് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഷോപ്പിൻ്റെ വർക്കിംഗ് ടൈം വരുന്നത് 9:30 AM മുതൽ 8 o'clock വരെയാണ്. വീഡിയോ ഔട്ട് ആവുന്നത് ഞാൻ റണ്ണിങ് ഫാബ്രിക്കിൻ്റെ പറയുന്നത് പോലെ 7:30 AM മുതലാണ്. 7:30 AM, 8 AM, 8:30 AM അങ്ങനെ ഒരു അരമണിക്കൂർ ഗ്യാപ്പിൽ അല്ലെങ്കിൽ ഒരു 1/4 മണിക്കൂർ ഗ്യാപ്പിലാണ് വീഡിയോകളെല്ലാം തന്നെ ഔട്ട് ആകുന്നത്. 10 o'clock ഒക്കെ ആകുമ്പോഴേക്കും നമ്മുടെ വീഡിയോസ് എല്ലാം തന്നെ ഔട്ടായി കഴിയുന്നതാണ്. നോർമലി ഒരു 3-4 റണ്ണിങ് ഫാബ്രിക്കിൻ്റെ വീഡിയോയും പിന്നെ സാരി, സൽവാർ, കോട്ടൺ സൽവാർ സെറ്റ്, ബെഡ്ഷീറ്റ് അങ്ങനെയൊക്കെയുള്ള വീഡിയോസാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറച്ചും കൂടി നമ്മൾ സാരികളൊക്കെ കുറേ അധികം പ്രൊക്യൂർ ചെയ്യാനുള്ളതിൻ്റെ ഒരു ഭാഗത്തിലാണ് നമ്മളിപ്പോൾ നടക്കുന്നത്. അപ്പോൾ കുറച്ചധികം സാരികളുടെ വീഡിയോ കൂടി ഇൻക്ലൂഡ് ചെയ്യണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഒരു ടേംസ് ഒക്കെ വരുന്നത്. ഞങ്ങളുടെ പ്രൊഡക്റ്റുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളൊന്ന് ഫോളോ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.